ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഇന്ന് പലർക്കും ബുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇങ്ങനെയുള്ള അവസരങ്ങൾ മാർക്കറ്റ്, ഞാൻ പറയുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയും. ഇങ്ങനെയുള്ള അവസരങ്ങൾ വളരെ റെയറായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? ചാർട്ടിനകത്തിലെ പ്രൈസ് ആക്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുടെ സഹായത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഇന്ന് എൻ്റെ ഗ്രൂപ്പിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. 2-3 പേര് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു, സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു. എന്നിട്ട് പറഞ്ഞു, ചേട്ടൻ്റെ ലെവൽ വെച്ചിട്ട് ഞങ്ങൾ ട്രേഡ് ചെയ്ത് വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ എടുത്ത പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട്. പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ ഈ കൊടുക്കുന്ന ലെവലുകൾ അവർ അത് വാച്ച് ചെയ്ത് കറക്റ്റ് ആ അവസരത്തിന് വേണ്ടി വന്നപ്പോൾ, അല്ലെങ്കിൽ ആ ലെവലിൽ വന്നപ്പം അവരൊരു ട്രേഡ് എടുത്ത് വിജയിച്ചു. ദാറ്റ്സ് ഫൈൻ. കാരണം എന്നും കൊന്നും നമുക്ക് എപ്പോഴും നമ്മളൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുമ്പം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഡിപ്പെൻഡൻസിക്ക് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഡിപ്പെൻഡൻസി നമ്മൾ കുറയ്ക്കണം. മറ്റൊരാളെ ആശ്രയിച്ച് നമ്മൾ ഒരു കോൾ എടുക്കുന്ന പരിപാടി നമ്മൾ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കണം. ഞാനടക്കം എക്സ് ഓർ വൈ ആരായാലും ഓക്കെ, ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരാളുടെ സഹായം ഉപയോഗിക്കാം. പക്ഷേ എന്നും ആളുടെ സഹായം പറ്റിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര ആൾ മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ നിങ്ങളാണെങ്കിൽ കെട്ടപ്പെട്ട് കിടക്കുക, ശരിയല്ലേ? നിങ്ങൾ ആ ഒരു വലയത്തിനകത്ത് കിടക്കുക. അദ്ദേഹം പറയുന്നതിനകത്ത് ചുറ്റിപ്പറ്റി പൊട്ടക്കണറ്റിൽ തവള പോലെ പുള്ളി പറയുന്നത് കേട്ട് നിങ്ങളിങ്ങനെ പുട്ടെങ്കിൽ പുട്ട്, കോളെങ്കിൽ കൊടുക്കുക. നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനല്ല. നമ്മൾ അങ്ങനെ എടുത്ത് ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ല. ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പം വല്ല ലാഭം മൂല്യം കിട്ടിയേക്കും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ്, ഒരു ചാർട്ടിനകത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് കണ്ടെത്തി നിങ്ങൾക്ക് അങ്ങനൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടല്ലോ, നിങ്ങൾക്കത് തരുന്ന ആത്മവിശ്വാസം ഭയങ്കരമായിരിക്കും. നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കിയോ. അപ്പോൾ ഈ ലെവലുകളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ വരയ്ക്കുന്നത്, അല്ലേ? ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഞാനത് വരച്ച് കാണിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ലൈവായിട്ട് ഞാൻ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ അത് നോക്കുക, എങ്ങനെയാണ് വരയ്ക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് നിങ്ങളത് കുറേ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ തന്നെത്താനെ നിങ്ങളുടെ മനസ്സിൽ വരും. നിങ്ങളുടെ കണ്ണുകൾ ഉടക്കും. ഒരു ചാർട്ട് കൊണ്ട് തുറന്നിടുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എവിടെയാണ് ഒറ്റ നോട്ടത്തിന് നിങ്ങളുടെ കണ്ണുകൾ ഉടക്കും. എങ്ങനെ? നിങ്ങൾ നിരന്തരമായി ചാർട്ട് പരിശീലിക്കണം. മനസ്സിലായോ? അപ്പം ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ ചാർട്ട് തുറന്ന് വെച്ചിട്ട് ചുമ്മാ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ചുമ്മാ വരച്ചിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ, നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ നിങ്ങളുടെ ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഓക്കെ, എന്നിട്ട് ഇത് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ചെയ്തില്ലെങ്കിൽ എവിടെയാണ് കറക്ഷൻ നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഡെവലപ്പായി വരാൻ ശ്രമിക്കുക. ഓക്കെ, പറഞ്ഞു പോകാൻ വലിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടം പോലെ നല്ലപോലെ പ്രോഫിറ്റ് കിട്ടി. ഞാനടക്കം നല്ലപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഏകദേശം നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ നമ്മൾ സൈഡ് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ, അല്ലേ? സൈഡ് നമ്മൾ നോക്കിയില്ല. പക്ഷേങ്കിൽ യൂട്യൂബിൻ്റെ ഗ്രൂപ്പിൽ അവർ നല്ലപോലെ അവർ ക്യാപ്ചർ ചെയ്തെന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ ഇന്നലെ ഒരു BTC കൊടുത്തിട്ടുണ്ടെന്നില്ലേ, സിയുടെ. ആ BTC വളരെ മനോഹരമായിട്ട് ആദ്യം തന്നെ ബുക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം മാർക്കറ്റ് കൊണ്ട് താഴോട്ട് വന്നു. നമ്മൾ ഇവിടെ സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഒരു വാങ്ങിച്ചു. എന്താ നമ്മൾ വിചാരിച്ചു? മാർക്കറ്റ് ഇവിടെ തിരിച്ച് കയറി പോകുമെന്ന് വിചാരിച്ച്. മാർക്കറ്റ് തിരിച്ച് കയറിപ്പോകാൻ ടെൻഡൻസി കാണിച്ചെങ്കിലും മാർക്കറ്റ് കുറച്ച് മേലോട്ട് പോയിട്ട് നേരെ തിരിച്ചു വന്നു. നമ്മളിവിടെ എടുത്തു. പക്ഷേങ്കിൽ നമ്മൾ ഇവിടെ ചെറിയ സ്ട്രൈക്ക് എടുത്ത് 12,900 എടുത്തെന്ന് തോന്നുന്നില്ലേ? ചെറിയ സ്ട്രൈക്ക് എടുത്തപ്പം DK വളരെ കുറവായിരുന്നു. അങ്ങനെ നമ്മൾ 25 റേഞ്ചിലെങ്ങാണ്ടാണ് എടുത്തത്. 25-30, 20-25 ആ റേഞ്ചിലെങ്ങാണ്ടാണ് നമ്മളിവിടെ എടുത്തത്. അപ്പോൾ അതിൻ്റെ DK വളരെ കുറവായിരുന്നു. ഇവിടെ വരെ വന്നപ്പോൾ വീണ്ടും അത് ആവറേജ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആവറേജ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു പറക്കലായിരുന്നു. ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 11 രൂപ 12 രൂപയായി. ഇവിടെ 25 രൂപയ്ക്ക് എടുത്ത സാധനം ഇവിടെ വന്നപ്പം ഏകദേശം 10 രൂപ 15 രൂപ 12 രൂപ റേഞ്ചിലെത്തി. ഇവിടെ വന്നപ്പോൾ ഞാൻ ആവറേജ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ആവറേജ് ചെയ്തവർക്കെല്ലാം അടിപൊളിയായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഏകദേശം ഈ 11 രൂപയിൽ നിന്ന് ഇത് 60 രൂപ വരെ പോയി. സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും സ്ക്രീൻഷോട്ട് ഇടുന്നത് ശരിയല്ലല്ലോ. പറ്റുമെങ്കിൽ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഏകദേശം 60 രൂപ വരെ പോയി. 11 60 രൂപ വരെ പോയി. ഹ്യൂജ് പ്രോഫിറ്റ് ആയിരുന്നു, ഇല്ലേ? അപ്പം നമ്മൾ ഇത് പറയുന്നത്, ഒരു സെക്കൻഡ് ഞാനത് കാണിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണിക്കാം. ഒരു മിനിറ്റ്. ഇവിടെ നോക്കൂ, നമ്മൾ 19 രൂപയ്ക്ക് എടുത്ത സാധനം 35 രൂപയ്ക്കാണ് വിറ്റത്.
ഇല്ലേ 19 നിന്ന് 35 രൂപയ്ക്ക് ഒറ്റ സ്ട്രൈക്കിൽ ഒറ്റ ക്യാൻഡിൽ തന്നെ 35 രൂപയ്ക്ക് പോയി. ഇതിലും കൂടുതൽ ഞാൻ ബുക്ക് ചെയ്തു. ഞാനത് ആ സ്ക്രീൻഷോട്ട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ. ഇതാ ഇവിടെ നോക്കിക്കാളൂ, 12 രൂപ 40 പൈസ. ഇതേ 12,700 എടുത്തത്, 12,700 സി എടുത്തത് 12 പൈസയ്ക്ക് ഓർഡർ ഇട്ടത്. നമ്മൾ വാങ്ങിച്ചത് 25 രൂപയ്ക്ക് വരും, ഡബിളായി ഇല്ലേ, 25 രൂപയ്ക്ക് വിറ്റു. ഇവിടെ 19 രൂപയ്ക്ക് വാങ്ങിച്ചത് നമ്മൾ 35 രൂപയ്ക്ക് നമ്മളത് വിറ്റു. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ആ മൊമെൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കിവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ, നമുക്കിവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് ഞാൻ ബാക്കിയെല്ലാം മായ്ച്ചു കളഞ്ഞു. ഓക്കെ, ഞാൻ കുറേ ഉണ്ടായതുകൊണ്ട് ഞാനെല്ലാം ഇന്ന് പുതിയ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഞാനതെല്ലാം മായ്ച്ചു കളഞ്ഞു. അല്ലെങ്കിൽ സമയം ഒത്തിരി ദീർഘിക്കും. അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം കളഞ്ഞത്. ജസ്റ്റ് ഈ രണ്ടാമത് ഞാൻ വരച്ച വരയെ. അപ്പം മാർക്കറ്റ് നേരെ താഴെ വന്നു. 12,600 സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ട് പൊട്ടിച്ചെങ്കിലും അടുത്ത ക്യാൻഡിൽ മാർക്കറ്റ് തിരിച്ചു കയറി ഇല്ലേ. തിരിച്ചു കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആവറേജ് ചെയ്യാൻ പറഞ്ഞിരുന്നു. കയ്യിലുള്ള ഒരു ആവറേജ് ചെയ്യാൻ പറഞ്ഞു, അല്ലാത്തൊരു പുതിയ പൊസിഷൻ എടുക്കാൻ പറഞ്ഞിരുന്നു. ഫ്രഷ് എടുക്കാൻ പറഞ്ഞാൽ 10 രൂപയ്ക്ക് എടുക്കാനാണ്, 10, 15 രൂപ, 12 രൂപ റേഞ്ചിൽ എടുക്കാനാണ് പറഞ്ഞത്. അതാണ് ഞാൻ മുമ്പേ കാണിച്ച സ്ക്രീൻഷോട്ട്. ഇവിടുന്ന് അത് 60 രൂപ വരെ ആ ക്യാപ്ചർ പോയി. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിച്ചത്? ഈ സപ്പോർട്ട് ഇല്ലേ, ഈ മെയിൻ സപ്പോർട്ട് ഇത് പൊട്ടിച്ച് താഴെ പോയെങ്കിലും മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് ചെറിയൊരു കൺസോളിഡേഷൻ നടന്നിട്ട് ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ഓപ്പണിങ് ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടി. അവിടുന്ന് 3 ക്യാൻഡിൽ മേലോട്ട് പോയി കറക്റ്റായിട്ട് മുകളിൽ സപ്പോർട്ട് റെസൻസിൽ പോയി. റെസൻസ് എടുത്ത് നേരെ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്നു. ശരിയല്ലേ? അപ്പോൾ നമുക്ക് അവിടെ നല്ലൊരു ക്യാപ്ചർ കിട്ടി. പിന്നെ അതെല്ലാം സ്വിങ് ആയിരുന്നു. എല്ലാം സ്വിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ച് നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ സ്വിങ് നല്ലപോലെ കളിച്ചു ഇല്ലേ. ഇവിടുന്ന് ഇവിടെ വന്നു, ഇവിടെ നമ്മൾ തിരിച്ച് കയറി, ഇവിടെ നമ്മളെടുത്തു. ഈ നമ്മൾ സി മാത്രമേ നോക്കിയുള്ളൂ, പി ഒന്നും ഞാൻ നോക്കിയില്ല. അപ്പം അങ്ങനെ നമ്മൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ചാർട്ടിനകത്തിൽ നിങ്ങൾ സപ്പോർട്ട് റെസൻസ് കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ അത് റെസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിനകത്ത് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ വലിയ മഹാസംഭവങ്ങളൊന്നും ഇല്ല. സ്റ്റോക്ക് മാർക്കറ്റിലെ ഓപ്ഷൻ പരാജയം എന്ന് പറയുന്നത് നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം എങ്ങനെയാണ്, നിങ്ങൾ വേറെ ഒന്നിൻ്റെ പുറകെ പോകണ്ട, ഒരു സ്ട്രാറ്റജിയുടെയും പുറകെ പോകണ്ട, ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പുറകെ പോകണ്ട, ഒരു ബൈ സെൽ ഇൻഡിക്കേറ്റർ ഒന്നിൻ്റെ പുറകെ പോകണ്ട. നിങ്ങൾക്ക് ചാർട്ട്, നിങ്ങൾ പ്രൈസ് ആക്ഷൻ പഠിക്കൂ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രൈസ് ആക്ഷൻ പഠിക്കൂ. പ്രൈസ് ആക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് വിജയിക്കാൻ പറ്റും. ഞാൻ നോക്കിക്കുക, നിങ്ങൾ ഇപ്പോൾ കുറേ നാളുകൊണ്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഒരു ഇൻഡിക്കേറ്റർ ഒരു കാര്യം ഉപയോഗിക്കുന്നില്ല. ആകെയും പോകുകയും വോളിയും ഉണ്ട്, പിന്നെ ഈ പറയുന്ന സപ്പോർട്ട് റെസൻസ് മാത്രമുണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അത് വെച്ചാൽ നമ്മൾ ഇത്രയും ട്രേഡ് വിജയിക്കുന്നത്. വളരെ മനോഹരമായിട്ട് കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് നല്ല ഒരാഴ്ച പ്രോഫിറ്റിൽ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റി. അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠിക്കുക. കുറുക്ക് വഴി ഇല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ. നമ്മളത് മനസ്സിലാക്കുക. സ്വയം പഠിക്കുക, ഡിപ്പെൻഡൻസി കുറയ്ക്കുക. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രിതത്വം കുറച്ചിട്ട് സ്വന്തമായിട്ട് പഠിച്ച് ചെയ്യാൻ നോക്കുക. ചിലപ്പോൾ ആദ്യമൊക്കെ പരാജയം വരുമായിരിക്കും, അല്ലെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് അടിക്കുമായിരിക്കും. പക്ഷേ അങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കൊടുക്കുന്ന കാശ് മതിയല്ലോ. ആ കൊടുക്കുന്ന കാശിൻ്റെ പകുതിയെ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി നാളെ എന്താ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് ഇപ്പോൾ നല്ലപോലെ പൊട്ടി ഇല്ലേ. അപ്പോൾ നമുക്ക് ഡേ ചാർട്ടിലോട്ടൊന്ന് പോവാം. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ നമുക്ക് പണ്ട് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടിട്ടുണ്ട് ഇവിടെ ഇല്ലേ. നോക്കിക്കേ, കുറേ വർഷങ്ങളായിട്ട് ഒരു ട്രെൻഡ് ലൈന് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ മിഡ് ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ആ മിഡ് ക്യാപ്പിൻ്റെ ട്രെൻഡ് ലൈന് താഴോട്ട് സപ്പോർട്ട് എടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നു. നമ്മളിത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ പല പ്രാവശ്യം ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോയി, ഇവിടെ സപ്പോർട്ട് എടുത്ത്, ഇത് ഇലക്ഷൻ്റെ സമയത്തുള്ള സംഭവം. ഒന്ന് നേരെ തിരിച്ചു കയറി. അപ്പം അടുത്ത ഒരു പ്രാവശ്യം കൂടി ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമുക്ക് 5 മിനിറ്റ് ചാർട്ടിൻ്റെ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ കാണുന്ന ആ ട്രെൻഡ് ലൈനാണ് ഈ കാണുന്നത്. അപ്പം മാർക്കറ്റ് നാളെ പൊട്ടി വീണാൽ, നാളെ 12,600 താഴെ പോയാൽ, 12,600 താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ട്രെൻഡ് ലൈൻ വേണം നമ്മൾ ആദ്യം ശ്രദ്ധിക്കാൻ. ഈ ട്രെൻഡ് ലൈൻ പൊട്ടി താഴെ പോയാൽ ഈ ഡേ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ദിവസം ഈ ട്രെൻഡ് ലൈനിന് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പിന്നൊരു ഫർദർ ഡൗൺ സൈഡ് നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, അപ്പം അത് എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ നോക്കി കാണണം. അപ്പോൾ നാളെ ഈ ട്രെൻഡ് ലൈനാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോയിൻ്റ്. ഓക്കെ, ഈ പോയിൻ്റ്
ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളെ തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒരു 45 മിനിറ്റ്സ് ചാർട്ടിലോട്ട് നമുക്ക് മാറ്റി നോക്കാം. 5 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിലോട്ട് മാറ്റി നോക്കിയാൽ നമുക്കൊരു സപ്പോർട്ട് കിട്ടുമോ നോക്കട്ടെ. ഇവിടെ നമുക്ക് ഇവിടെ 12,600 എന്ന് പറഞ്ഞൊരു നല്ല സപ്പോർട്ടാണ്. നോക്കി കണ്ടോ, 12,600 എന്ന് പറയുന്ന ഒരു നല്ല സപ്പോർട്ടാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ഈ ട്രെൻഡ് ലൈനാണ്. പിന്നെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഇത് നോക്കട്ടെ. നിങ്ങൾ നോക്കിക്കോണം ഞാൻ വരയ്ക്കുന്നത് എങ്ങനെയാണ്. ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഇവിടെ നോക്കിയേ, എന്തുകൊണ്ട് ഞാൻ പറയാൻ കാര്യം, ഇവിടെ നോക്കി, ഇവിടെ ഉണ്ട്, ഇവിടെ ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. ഇത് 45 മിനിറ്റ്സ് ചാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം, നമുക്ക് ഇതൊരു ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അതവിടെ കിടന്നോട്ടെ. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെയൊക്കെ ഉണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഇവിടെ വന്നു, ഇവിടെ ഒക്കെ ഉണ്ട്. നമ്മൾ വലുതാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഇച്ചിരി കനം കൂട്ടിയിട്ടേക്കാം. ഓക്കെ, ഇതൊരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. പിന്നെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുകൂടെ നമുക്ക്, ഇതിന് താഴെയൊന്നും പോകാൻ സാധ്യത വളരെ കുറവായിരിക്കും. ഇതും കൂടെ നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കി വെച്ചേക്കാം. 12,133, 12,322. ഓക്കെ, അപ്പോൾ 322, 320 ജസ്റ്റ് അങ്ങോട്ടും ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരും. ഓക്കെ, അത് ഈ രണ്ട് സപ്പോർട്ടുമാണ് നമുക്ക് നോക്കാൻ. അപ്പോൾ നമുക്ക് ഈ ട്രെൻഡിൽ ഞാൻ ആരോ വരയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നോക്കിയാൽ നാളെ ഗ്യാപ്പ് ഡൗൺ ആണോ അല്ലയോ എന്നും പറയാം. നാളെ ഒരു മിനിറ്റ് ഞാൻ നമ്മുടെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്ന് നോക്കിക്കോട്ടെ. ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് എന്തെയാണ്, നമുക്ക് ഡൗ ജോൺസ് ഡൗൺ ആണ്, 122 പോയിൻ്റ് താഴോട്ടാണ്. എന്തോ രാത്രി സംഭവിക്കുന്ന അറിയത്തില്ല. അപ്പം നമുക്ക് വരയ്ക്കാനുള്ളത്, നമുക്ക് ഈ ട്രെൻഡ് ലൈനെ ഈ പൊട്ടിച്ചാൽ താഴോട്ട്. ഓക്കെ, ഫസ്റ്റ് ലൈൻ ഇവിടെ. ഓക്കെ, ഇത് പൊട്ടിയാൽ ഇവിടെ സപ്പോർട്ട് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ അടുത്തത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് താഴോട്ട് വീണാൽ 12,133 വരെ വരും. ഓക്കെ, അവിടെ വരെ നിൽക്കട്ടെ. അതിൽ കൂടുതലൊന്നും താഴോട്ട് പോകാനുള്ള സാധ്യത അറിയത്തില്ല. സ്റ്റോക്ക് മാർക്കറ്റാണ്, എന്തും സംഭവിക്കാം. എന്നാലും നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിൽ ചരിത്രം വെച്ചിട്ട് ഇതിന് താഴെ അങ്ങനെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1.5 വർഷത്തിനിടെ താഴെ പോയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് അപ്സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡ് ഇഷ്ടം പോലെ സംഭവങ്ങൾ കിടപ്പുണ്ട്. അപ്സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് ഒരു റെസിഡൻസ്, പച്ച കളറാക്കിയേക്കാം. അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരു റെസിഡൻസ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഇത്. ഓക്കെ, ഇനിയും വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇത് വരയ്ക്കാം. കൂടെ കിടക്കട്ടെ അല്ലേ, നമുക്ക് ഇതിനെ വരയ്ക്കാം. ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇനി ആർക്കും വിഷമം വേണ്ട, ഒരു ഗ്രീൻ കൂടെ വരച്ചേക്കാം. ഇരിക്കട്ടെ, ഗ്രീന്. അടുത്തത് ഒരെണ്ണം, ഇത് 2 അടുത്തത് ഇത് 3. ഇങ്ങനെ കിടക്കട്ടെ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതുകൂടെ നോക്കാം കേട്ടോ. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇനി അതിനി പറഞ്ഞതിൽ നിന്ന് വേണ്ട. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് നാളെ കിട്ടുന്നതെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ഇവിടം വരെ ട്രെൻഡ് ലൈൻ നോക്കാം. ഓക്കെ, ഇതിങ്ങനെ നീങ്ങോട്ടെ, വരയുടെ കുറവൊന്നും വേണ്ട. ഓക്കെ, ഇങ്ങോട്ട്. ഓക്കെ, ഇതിനകത്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയാണ് നാളെ കാണുന്നത്. ഇനി ഏതെങ്കിലും കാരണവശാൽ നാളെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കണം. അതിന് മുന്നേ ഇപ്പോൾ എന്നെ കാണുന്നവർ, നിങ്ങളിപ്പം എൻ്റെ യൂട്യൂബ് ഗ്രൂപ്പിലുള്ളവരും മെയിൻ ഗ്രൂപ്പിലുള്ളവരൊക്കെ എന്നെ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ഇതിലായിട്ട് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. ലൈക്കും ചെയ്യേണ്ട നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനെ എൻ്റെ യൂട്യൂബിൻ്റെ വാട്സപ്പ് ചാനലിലുള്ള എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങളിതൊന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അനുഭവം ഇന്നത്തെ എന്തുമായിരുന്നു. നിങ്ങൾ ഒത്തിരി നല്ലപോലെ നിങ്ങളിന്ന് ട്രേഡ് ചെയ്തു എനിക്കറിയാം. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ പ്ലീസ്. ഓക്കെ, എന്നറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റ് നാളെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസിൽ കാണിച്ചു കഴിഞ്ഞാൽ
ഈ വീണതിൻ്റെ ഇരട്ടി സ്പീഡിൽ മാർക്കറ്റ് തിരിച്ചു കയറും. നിങ്ങളുടെ ബുക്കിനകത്തിൽ എഴുതി വെച്ചോ, ഞാനിന്ന് പറയുകയാണ്, ഏതെങ്കിലും കാരണവശാൽ നാളെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം മാർക്കറ്റിലുണ്ടായാൽ, നിഫ്റ്റിയേക്കാളും ബാങ്ക് നിഫ്റ്റിയേക്കാളും വളരെ സ്പീഡിൽ കയറുന്നത് മിഡ് ക്യാപ്പ് ആയിരിക്കും. കാരണം ചീപ്പർ വാല്യുവേഷനിൽ ചെറിയ സ്റ്റോക്കുകൾ, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ ആൾക്കാർക്ക് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അവർ ആദ്യം വാങ്ങിക്കുന്നത് അതായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റ് മേലോട്ട് പെട്ടെന്ന് കയറിപ്പോവും. അപ്പോൾ ഈ വീണ അതേ സ്പീഡിൽ തന്നെ മാർക്കറ്റ് തിരിച്ച് കയറിപ്പോവും. കാരണം ചരിത്രം അതാ പറയുന്നത്. നിങ്ങൾ സമയമില്ല ഞാൻ കാണിക്കാൻ. നിങ്ങൾ സമയം കിട്ടുമ്പം ഈ ചാർട്ട് ഡേ ക്യാൻഡിലോട്ട് മാറ്റിയിട്ട് നിങ്ങൾ നോക്കുക, മിഡ് ക്യാപ്പ് എപ്പോഴൊക്കെ വീണിട്ടുണ്ടോ അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ. എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ എപ്പോഴും PE എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കില്ല. മാർക്കറ്റ് പൊട്ടുന്നു പറഞ്ഞ് PE നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പണി മേടിക്കും. അതുകൊണ്ട് ഭയം വേണ്ട, ജാഗ്രത മതി. ഞാൻ ക്യാപ്ഷൻ എഴുതിക്കൊന്നുള്ളത്, ഭയമൊന്നും വേണ്ട, പക്ഷെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. കാരണം ഏത് നിമിഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും. ആ റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് പെട്ടുപോകരുത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാം. നാളെ ഇതുപോലെ ഇന്നത്തെ ദിവസം പോലെ തന്നെ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോകൾ കാണുക, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളാണ് എൻ്റെ കരുത്ത്. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ള പുതിയ സംഭവങ്ങൾ നമുക്ക് ഇനി ഇങ്ങനെ ഓരോന്നോരോന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ ഓരോ ദിവസത്തെ പ്രീ മാർക്കറ്റിലും പോസ്റ്റ് മാർക്കറ്റിലും ഇങ്ങനെ ഓരോ നുറുങ്ങുകൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളത് കേൾക്കുക. ഓക്കെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.